പിന്നെ എങ്ങനെ അവള് കൊണ്ടുപോകുന്നത്? ഈ വീട് എനിക്കുള്ളതല്ലേ? ഇത് ആരാ പറയുന്നത്? ചേട്ടൻ പറയുന്നതല്ലേ ഇവിടെ ഇരുന്നു. രേഖാമൂലം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആദ്യം അത് എഴുതി മേടിക്കുക, അപ്പൊ ആലോചിക്കാം സ്വർണം തരണം എന്ന് കാര്യമൊക്കെ. തുണിയല്ലേ പോന്നടി? ആ നീ എന്നാ പോന്നേ? എന്താ കെട്ടിയോട് പറഞ്ഞു വിടാൻ? നീ എന്തോടി എഴുതാപ്പുറം വായിക്കുന്നത്? നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം. വേണമെങ്കിലേ ആളിയെന്നോടെ വിളിച്ചോ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ദയവേത് വഴക്കുണ്ടാക്കരുത്. അത് നിങ്ങളുടെ കെട്ടിയോളോട് പറ. ഇത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടാ. ഇവിടെ എന്നെ ഭരിക്കാനായിട്ട് വരണ്ട. പിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ കയറി ഇടപെടും. അവള് വലിയ സുന്ദരി കോതയാണോ വിചാരം? എടി നീ എന്തിനാ അവളെ നോക്കുന്നത്? നിനക്ക് എന്നെ നോക്കിയാ പോരെ? അല്ലേലും 100 കൂട്ടം പ്രശ്നമായിട്ട് ഞാൻ കിടന്ന് ഓടുക. അതിന്റെ ഇടയിലാം ഇവിടുത്തെ വഴക്ക്. എടി ആ വിഷയങ്ങൾ എനിക്ക് എങ്ങനെയും പരിഹരിക്കാം, പക്ഷെ വീട്ടിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? എന്റെ പൊന്നു മോളെ, ദയവ് ചെയ്ത് ഈ ശത്രുതാ മനോഭാവം കള. ഞാനല്ല ശത്രുതാ മനോഭാവം കൊണ്ടു കിടക്കുന്നത്. എന്നെ അമ്മയെ അവളെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത്. പിന്നെ എനിക്കും ഉണ്ടല്ലോ അവിടെ ഒരു നാത്തൂൻ. ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട പാട്. ചിക്കൻ വേണോ മട്ടൻ വേണോ സ്നേഹിച്ച് എന്നെ അങ്ങ് കൊല്ലുക. ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയ പിന്നെ അവള് അടുക്കളയിലോട്ട് കയറത്തില്ല. അപ്പം ചിക്കനും മട്ടനുമാണ് നിന്റെ പ്രശ്നം. എടി അത് എത്ര വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. എന്താ? ഏട്ടൻ ഒരു പാവ, അതുകൊണ്ട് അവൾ ഈ വെളച്ചിൽ മൊത്തം എടുക്കുന്നത്. ഏട്ടൻ പറയുന്നോണ്ട് ഞാൻ മിണ്ടായിരിക്കാം. എന്ന് വെച്ച് എന്റെ അടുത്ത് വല്ലതും പറയാൻ വന്ന ഞാൻ വിട്ടൊന്നും കൊടുക്കത്തില്ല. ഇല്ല, അവളൊന്നും വരത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏട്ടന്റെ കൂട്ടുകാരനില്ലേ സജീവ്, ആളുടെ കടയിൽ നിന്ന് എനിക്കൊരു തൈല മിഷ്യൻ വേണം. ഞാൻ വിളിച്ചു പറയാം, നീ പോയി മേടിച്ചു. മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ അവൻ തരും കേട്ടോ. റെഡി ക്യാഷ് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല. ക്യാഷിന്റെ ഏർപ്പാടൊക്കെ നിങ്ങൾ തമ്മിൽ മതി, ഞാൻ പോയി എടുത്തോളാം. അങ്ങനെ ഒരു ബാധ്യതയും കൂടെ എന്റെ തലയ്ക്കായി. ദൈവമേ. എടി എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നത് നിന്റെ അനുവാദം മേടിക്കണോ? ഞാൻ അനുവാദം മേടിച്ചില്ലേ 2 വാക്ക് ചോദിക്കാമല്ലോ അമ്മയ്ക്ക്. എന്താ ചോദിക്കണം? എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു. കാശിലൊന്നുമില്ലല്ലോ ഇത്തിരി അനുവാദം ചോദിക്കാം. അനുവാദം ചോദിക്കണം. കിടക്കുന്ന നിന്നെ വിളിച്ചോണത്തി അങ്ങ് ചോദിക്കാം. എന്റെ സാധനം എടുക്കുമ്പോ ചോദിക്കണം, അതാ മര്യാദ. പിന്നെ അതും പറഞ്ഞ അടുത്ത വഴക്കുണ്ടാക്കാന്. ഇവളെ എന്റെ കുഞ്ഞിനെ മയക്കി കിടത്തിട്ട് ഇറങ്ങിയപ്പോ ഈ സൂത്രകാരി. തോന്നിയാസം പറഞ്ഞു കേട്ടോ പെൺപിള്ളേ. എന്തുകൊണ്ട് ഇവിടെ വിളിച്ചേ? പെൺപിള്ളേന്നോ? ഓട്ടമൻ ഞാൻ വിളിക്കും. ഞാൻ വിളിച്ചപ്പോ ഞാൻ വിളിക്കും. ഇതോടി ഇവിടെ രാത്രിയില്. എടാ, ഈ കുഞ്ഞിനൊരു മുട്ട എടുത്ത് ഞാൻ പൊരിച്ചു കൊടുത്ത്. അതിനാണോ ഇവള് വന്ന് ഈ ആഴ്ചയല്ല എന്നെ പറയുന്നത്? കേടിക്കീതേ, നീ എന്റെ കൂടെ അവിടെ കിടന്ന് ഉറങ്ങിയതല്ലേ? അവിടെ കിടന്ന് ഉറങ്ങിയപ്പോ മുട്ട പൊരിക്കുന്നതിന്റെ മണം വന്നു. ഞാൻ വന്ന് നോക്കിയപ്പോ എന്തോന്ന് അറിയാമോ? നാളെ കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാൻ മുട്ട എടുത്ത് തിന്ന് തീർത്തേക്കോ. എന്റെ പൊന്നെ, നിസാര മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നീക്ക് ഈ പാരാത്രി കിടന്ന് അടിയുണ്ടാക്കി നാട്ടുകാരെ കിടക്കുന്നത്. എടാ നിസാരമാണോ? അവളെന്നെ പെണ്ണുപിള്ളേന്ന് വിളിച്ച് കള്ളിന്ന് വിളിച്ച് എന്തെല്ലാം വിളിച്ചെന്ന് അറിയാമോ? കട്ടെടുത്ത പിന്നെ തമ്പുരാട്ടിന്ന് വിളിക്കാൻ പറ്റും.